ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂൾ റാന്നി, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, ഫാത്തിം ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. മലയോര ജില്ലയായ പത്തനംതിട്ടയിൽ വിദ്യാഭ്യാസ രംഗത്ത് വിജയമുദ്ര പതിപ്പിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ ടഡൽ റെസിഡൻഷ്യൽ സ്കൂൾ മികച്ച പ്രവർത്തനങ്ങളിലേക്ക്. LKG മുതൽ +2 വരെ എല്ലാ ക്ലാസുകളിലും ICR ക്രമീകരണം സജ്ജമാക്കിയിരിക്കുന്നു. ഹൈടെക് ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബുകൾ. പാല ബ്രില്യൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ എൻട്രൻസ് ക്ലാസുകൾ സിറ്റഡലിൽ നടത്തപ്പെടുന്നു. ആൺകുട്ടികൾക്കായുള്ള സിറ്റഡൽ സാന്റ് ജൂഡ് ഹോസ്റ്റൽ, പെൺകുട്ടികൾക്കായി സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിലുള്ള സെന്റ് ജോൺസ് ഹോസ്റ്റൽ സിറ്റഡൽ. എല്ലാ സ്ഥലങ്ങളിലേക്കും സ്കൂൾ ബസ്സുകൾ ക്രമീകരിച്ചു. സിറ്റഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, റാന്നി. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. പ്രധാന വാർത്തകൾ. പ്രമുഖ ചാനലിന്റെ പേരിൽ സ്വകാര്യ വ്യക്തിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ 2 അംഗ സംഘം അറസ്റ്റിലായത് പത്തനാപുരം നടുക്കുന്ന് സ്വദേശി ഹരീഷ്, ചിറയിൻകീഴ് താളിക്കുഴി സ്വദേശി ജയകുമാർ. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ മുക്കടവ് ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥ. മുക്കടവ് തോടിന്റെ കരകൾ ഇടിഞ്ഞു തള്ളുന്നത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം. വർഷങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും പണികൾ പൂർത്തിയാകുന്നില്ല. പുനലൂരിലെ കോടതി സമുച്ചയത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. പ്രമുഖ ചാനലിന്റെ പേരിൽ പണം ആവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ 2 അംഗ സംഘം അറസ്റ്റിൽ. 30,000 രൂപ ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. പ്രതികളിൽ നിന്ന് മാനവരാഷ്ട്രവേദി എന്ന സംഘടനയുടെ രസീതും നോട്ടീസും പോലീസ് പിടിച്ചെടുത്തു.
പത്തനാപുരം നടുക്കുന്ന് തുളസി സദനത്തിൽ ഹരീഷ്, ചിറയൻകീഴ് താളിക്കുഴി കാഞ്ഞിരത്തുങ്കൽ വീട്ടിൽ ജയകുമാർ എന്നിവരാണ് റാന്നി പോലീസിന്റെ പിടിയിലായത്. ഒരു പ്രമുഖ ചാനലിന്റെ പത്തനംതിട്ട ബ്യൂറോയുടെ പേരിലാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. റാന്നി തോട്ടമൺ ചങ്കുമൂട്ടിൽ എബ്രഹാം കുരുവിളയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പിടിയിലായത്. ചാനൽ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെട്ട എബ്രഹാമിനെ ഇവർ നിരവധി തവണ ഫോണിൽ വിളിച്ചു ഭീഷണിപ്പെടുത്തിയിരുന്നു. മണ്ണ് പാറ ഇടപാടുകളുമായി എബ്രഹാമിനുള്ള ബന്ധം ആരോപിച്ചായിരുന്നു ഭീഷണി. ഇത്തരം ഇടപാടുകൾ വാർത്തയാകാതിരിക്കണമെങ്കിൽ 30,000 രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘം എബ്രഹാമിനെ തേടി വീട്ടിലെത്തിയിരുന്നു. ചാനലിന്റെ തിരിച്ചറിയൽ രേഖകൾ ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇവരെ തടഞ്ഞുവച്ച ശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. ഏകദേശം 1 വർഷത്തോളം എടുക്കാൻ തോന്നുന്നു. ഇവരെ ഫോണിൽ കൂടെ വിളിച്ച് പൈസ ചോദിക്കുകയാണ്. പൈസ ചോദിക്കുന്നത് 10-ാം തീയതിയൊക്കെ ചോദിക്കുന്നത് ക്രൈം മാസികയുടെ എന്തോന്നാണ് പത്രത്തിൻ്റെ എന്തോന്നിനായിട്ടൊരു പിരിവുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വിളിച്ച് ഭീഷണിപ്പെടുത്തി പൈസ ചോദിക്കുക. ലാസ്റ്റ് വന്ന് ഇന്നലെ വൈകിട്ട് വീട്ടിലാരും ഇല്ലാതെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫോണിൽ കൂടെ വിളിച്ചു. കഴിഞ്ഞ് രണ്ടാമത് വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ വന്ന് 80,000 രൂപ വേണമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് 20,000 രൂപ സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവനെ എവിടെയിൽ ആൾ കൂടാൻ തുടങ്ങിയോണ്ട് ഇവനെ ഇറങ്ങി ഓടാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും അന്നേരം പിടിച്ച് അവിടെ നിർത്തി പോലീസ് പരാതി കൊടുത്ത് പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോകും. മാനവരാഷ്ട്രവേദി എന്ന സംഘടനയുടെ പേരിലുള്ള കുറെ രസീതുകളും നോട്ടീസുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സംഘത്തിലെ മൂന്നാമനെന്ന് കരുതുന്നയാളെയും പോലീസ് പിടികൂടിയതായാണ് സൂചന. പ്രതികളെ അടൂർ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി കോളനിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. മന്ത്രിയുടെ കോളനി സന്ദർശനത്തെ തുടർന്ന് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തേണ്ട അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചത്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി കോളനികളായ വഞ്ചിയോട്, കൊച്ചരിപ്പ, ഇടപ്പണ എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ അനുമതി ലഭിച്ചത്. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കോളനികളിൽ നടക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി ജയലക്ഷ്മി ഈ കോളനികൾ സന്ദർശിച്ച് ഇവിടുത്തെ സ്ഥിതി നേരിട്ട് വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയത്. കോളനികളിലേക്ക് റോഡ് നിർമ്മിക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. എന്നാൽ ട്രൈബൽ വകുപ്പാകട്ടെ വനത്തിലൂടെ റോഡ് നിർമ്മിക്കുന്നതിനെ എതിർത്തതോടെ റോഡ് നിർമ്മാണം അവതാളത്തിലായി. നിലവിൽ ഭവന നിർമ്മാണത്തിന് 28.5 ലക്ഷം രൂപയും തൊഴിൽ പരിശീലനത്തിന് 35 ലക്ഷം രൂപയും റോഡ് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 16 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. കോളനി നിവാസികളുടെ ആവശ്യത്തിന് വിരുദ്ധമായിട്ടാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് അത്രേ. ഇതിനെതിരെ കോളനി നിവാസികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ലൈവ് വാർത്ത, കടയ്ക്കൽ. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ മുക്കടവ് ഭാഗത്ത് അപകടങ്ങൾ വർദ്ധിക്കുന്നു. മുക്കടവ് തോടിന്റെ കര ഇടിഞ്ഞു തള്ളുന്നതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നത്. വശങ്ങൾ ഇടിഞ്ഞു താഴുന്നതിനാൽ ഇവിടെ റോഡിന് വീതി വളരെ കുറവാണ്. അമിത വേഗതയിലും മറ്റുമെത്തുന്ന വാഹനങ്ങൾ പലപ്പോഴും തോട്ടിലേക്ക് മറിയുകയാണ് പതിവ്. 3 അടി ഉയരത്തിൽ താൽക്കാലിക ബാരിക്കേഡുകൾ 4 ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. PWD അധികൃതർ കാട്ടുന്ന അനാസ്ഥ ഏറെ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അപകട സൂചന നൽകുന്ന ബോർഡുകൾ സ്ഥാപിച്ച് അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ശബരിമല സീസണിലും മറ്റും നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നിരവധി ജീവനുകളും പൊലിഞ്ഞു പോയിട്ടുണ്ട്. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് 3 അടി ഉയരത്തിൽ 4 ഭാഗങ്ങളിലായി ചെറിയ ബാരിക്കേഡുകൾ സ്ഥാപിക്കാൻ PWD അധികൃതർ നിർബന്ധിതരായത്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന തോടിന്റെ ഭാഗത്ത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. തോടിന്റെ കരയിൽ സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചാൽ അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും. തോടിന്റെ മറുഭാഗത്ത് വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഉള്ളത്. റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്ന് ആവശ്യവും ശക്തമാണ്. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരം ടൗണിൽ വൈദ്യുത പോസ്റ്റും താഴ്ന്നു കിടക്കുന്ന വൈദ്യുത കമ്പികളും ഭീഷണി ഉയർത്തുന്നു. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കമ്പികളിൽ തട്ടി അപകടങ്ങളും ഉണ്ടാകുന്നു. പത്തനാപുരം നഗരഹൃദയത്തിലാണ് വൈദ്യുത പോസ്റ്റും കമ്പിയും അപകടാവസ്ഥയിലായിരിക്കുന്നത്. നഗരഹൃദയത്തിൽ ഹൈമാസ് ലൈറ്റിനോട് ചേർന്നു പോകുന്ന വൈദ്യുത കമ്പിയാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ബസ്സുകളും ചരക്ക് ലോറികളും കടന്നുപോകുമ്പോൾ ഇതിൽ ഉരസി അപകടമുണ്ടാകുന്ന സ്ഥിതിയാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഈ വൈദ്യുത കമ്പികൾ വലിഞ്ഞ് താഴ്ന്ന നിലയിലാണ്. കഴിഞ്ഞ ദിവസം ചരക്കു കയറ്റി വന്ന ലോറിയിൽ വൈദ്യുത കമ്പി ഉരസി തീ പടർന്നിരുന്നു. കമുകുഞ്ചേരി തിരുവിളങ്ങുനപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയ്ക്കിടെ കെട്ടുകാളിയുടെ മുകളിലിരുന്ന ആൾ ഇത്തരത്തിൽ താഴ്ന്നു കിടന്ന വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ടിരുന്നു. താഴ്ന്നു കിടക്കുന്ന വൈദ്യുത കമ്പിക്കൊപ്പം പത്തനംതിട്ട അടൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിലെ കോൺക്രീറ്റ് വൈദ്യുത പോസ്റ്റ് ചുവട് ദ്രവിച്ച് നിലം പൊത്താവുന്ന സ്ഥിതിയിലാണ്. വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ബസ് യാത്രയ്ക്കായും എത്തുന്നവരടക്കം നിരവധി പേർ വന്നുപോകുന്ന സ്ഥലത്താണ് അപകട ഭീഷണി ഉയർത്തി വൈദ്യുത പോസ്റ്റ് നിലകൊള്ളുന്നത്. അപകടാവസ്ഥയിലായ വൈദ്യുത കമ്പിയും വൈദ്യുത പോസ്റ്റും മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ലൈവ് വാർത്ത, പത്തനാപുരം.
ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് പുനലൂരിന് കുടിവെള്ളം ലഭ്യമാക്കാൻ ടാങ്ക് നിർമ്മാണത്തിന് 92 ലക്ഷം രൂപ അനുവദിച്ചു. നഗരസഭയിലെ 35 വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം. നഗരസഭയിലെ 35 വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് നഗരസഭ തുക അനുവദിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി പനംകുറ്റിമലയിൽ 15 സെന്റ് സ്ഥലവും നഗരസഭ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ടാങ്ക് നിർമ്മിച്ച് നഗരസഭയിലെ വാർഡുകളിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ലൈൻ നീട്ടാനും കഴിയും. ലോകബാങ്ക് ധനസഹായമായി നഗരസഭയ്ക്ക് ലഭ്യമാക്കിയ തുകയാണ് ഈ ആവശ്യത്തിനായി നൽകാൻ നഗരസഭ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലെ ലോകബാങ്ക് ധനസഹായ വിനിയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനലൂർ നഗരസഭയ്ക്ക് വീണ്ടും ലോകബാങ്കിന്റെ ധനസഹായം ലഭ്യമായത്. 2015 ഡിസംബർ 30 മുമ്പ് ഈ തുകയുടെ വിനിയോഗം നടക്കണം. അതിനായി സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു പ്രോജക്ട് മാനേജിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകി പ്രവർത്തിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അറിയിച്ചു. രൂക്ഷമായിട്ട് കുടിവെള്ള ക്ഷാമമാണ് ആ പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുടിവെള്ളത്തിന് വേണ്ടി ആ തുക വയ്ക്കാമെന്ന്. അതിനുവേണ്ടി ഞങ്ങൾ ബോർഡ് മെമ്പർ പ്രൊഫസർ ശശിധരൻ സാറിൻ്റെ വസ്തുവിൽ നിന്ന് 15 സെന്റ് സ്ഥലം വാങ്ങി അത് സെക്രട്ടറിയുടെ പേരിൽ നഗരസഭയുടെ പേരിൽ എഴുതിയും കഴിഞ്ഞു. എന്നിട്ട് അതിൽ ഇനി ഒരു ടാങ്ക് നിർമ്മിച്ച് അതിൽ കുടിവെള്ളം സ്റ്റോർ ചെയ്ത് അത്യാവശ്യം ഒരുവിധം വാർഡുകളിൽ എത്തിക്കാനുള്ള ഫണ്ട് അതിൽ നിന്നും കിട്ടുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. കഴിഞ്ഞ കാലത്തെ വേൾഡ് ബാങ്കിൻ്റെ വിനിയോഗം കണക്കിലെടുത്ത് നമുക്കിപ്പോൾ അത് അനുവദിക്കുകയും 92 ലക്ഷം രൂപ അനുവദിച്ചത് കുടിവെള്ളത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കുകയും ചെയ്തു. കുടിവെള്ളം ആ പനംകുറ്റിമലയിൽ നിന്ന് നമുക്ക് വാർഡുകൾക്ക് കൊടുക്കാൻ കഴിയുമോ അത് കഴിഞ്ഞിട്ട് ബാക്കി പദ്ധതി, അതായത് വാട്ടർ അതോറിറ്റിയുടെ മറ്റ് വാർഡുകളിലേക്ക് ആ വെള്ളം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് നമ്മൾ ഈ തുക വിനിയോഗിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന് വാട്ടർ അതോറിറ്റിയുടെ സാങ്കേതിക വിദഗ്ധന്മാരുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട്. ലൈവ് വാർത്ത പുനലൂർ. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 04712544
5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ. ഫോൺ 9961410570. CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ മെന്റലി ചലഞ്ച്ഡ് ഏർലി ഇന്റർനാഷണൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചിതറ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പിൽ കുട്ടികളുടെ വളർച്ചയും വൈകല്യങ്ങളെയും പറ്റി വിദഗ്ധർ ക്ലാസ് എടുത്തു. ബോധവൽക്കരണ പരിശീലന ക്യാമ്പ് ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം മടത്തറ അനിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സിനി, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാമള കുമാരി, എൻ സക്കീല ബീവി തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ജു റാണി, അജികുമാർ, ഡോക്ടർ ജസീർ, വി വിജയ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ലൈവ് വാർത്ത കടയ്ക്കൽ. വർഷങ്ങളായി പണിതിട്ടും നിർമ്മാണം പൂർത്തിയാകുന്നില്ല. പുനലൂരിലെ കോടതി സമുച്ചയത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വർഷങ്ങളായി ജുഡീഷ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. എന്നാൽ പണികൾ ഒരിടത്തും എത്തിയിട്ടില്ല. ചെമ്മന്തൂരിലാണ് ജുഡീഷ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സിനായി കെട്ടിടം നിർമ്മിക്കുന്നത്. 5 നില കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ 2 നിലകളുടെ പണികൾ ഭാഗികമായി പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിനായി സ്ഥലം അനുവദിച്ചത്. 3 കോടി രൂപയും ആദ്യഘട്ട നിർമ്മാണത്തിനായി അനുവദിച്ചു. എന്നാൽ പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ജുഡീഷ്യൽ കോംപ്ലക്സിനായി ഇനിയും 7 കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത്. കോടതികൾ മുഴുവൻ ഒരു കെട്ടിടത്തിൽ കൊണ്ടുവരാനായാണ് ചെമ്മന്തൂരിൽ കോടതി സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനമെടുത്തത്. പണിഞ്ഞിട്ടും പണിതീരാത്ത കെട്ടിടമെന്ന ദുഷ്പേരാണ് ഈ കെട്ടിടത്തിനുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ബാക്കി തുക കൂടി അനുവദിക്കണമെന്ന് ബാർ കൌൺസിലും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റിലും ഇതിനായി തുക വകയിരുത്തിയിട്ടില്ല. ഇത് ഏറെ പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുകയാണ്. ഒരു കെട്ടിടത്തിൽ കൊണ്ടുവരാനുള്ള കിഴക്കൻ മേഖലയുടെ ആഗ്രഹം ഇനി എന്ന് നിറവേറുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ സ്കാനിംഗ് സംവിധാനം നടപ്പാക്കും. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കാനിംഗ് സംവിധാനം ഇവിടെ നടപ്പിലാക്കുന്നത്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്താണ് സ്കാനിംഗ് മെഷീൻ വാങ്ങി നൽകുന്നത്. അടുത്തയാഴ്ച മുതൽ മെഷീന്റെ പ്രവർത്തനം രോഗികൾക്ക് ലഭ്യമായി തുടങ്ങും. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന ഗർഭിണികൾക്ക് ഇനി മുതൽ വൻ തുക മുടക്കി സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിൽ സ്കാനിംഗ് നടത്തേണ്ട സാഹചര്യം ഇതോടെ ഇല്ലാതാകും. ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ഥിരമായി ഡോക്ടർ ഇല്ലെന്ന പരാതിയും വ്യാപകമായിട്ടുണ്ട്. അടിയന്തരമായി ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ഥിരം ഡോക്ടറെ നിയമിക്കണം. ആയിരക്കണക്കിന് ഗർഭിണികൾ ചികിത്സ തേടി എത്തുന്ന ഇവിടെ സ്ഥിരമായി ഡോക്ടർ ഇല്ലാത്തത് രോഗികളെ ഏറെ നിരാശപ്പെടുത്തുന്നുണ്ട്. ലൈവ് വാർത്ത കടയ്ക്കൽ. ഭാരത് സേവക് സമാജത്തിന്റെ നേതൃത്വത്തിൽ സംയോജിത മുട്ടഗ്രാമം പദ്ധതിയുടെ പുനലൂർ മുനിസിപ്പൽ മേഖല ഉദ്ഘാടനം നടത്തി. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംയോജിത മുട്ടഗ്രാമം പദ്ധതി സിനിമാ സീരിയൽ താരം ഗിരീഷ് ശിവറാം ഉദ്ഘാടനം ചെയ്തു. കാരണം അന്യ സംസ്ഥാനത്ത് നിന്നാണല്ലോ മുട്ട ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവർ പറയുന്ന വില കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ഭാരത സേവാ സമാജിന്റെ നേതൃത്വത്തിൽ വളരെ ലളിതവും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും വേണ്ടിയുള്ള ഈ ഒരു സംരംഭം വളരെ സ്വാഗതാർഹം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. BSS സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ MS ജയയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അനസ്, BJP ദക്ഷിണ മേഖലാ സെക്രട്ടറി MS ശ്യാംകുമാർ, BJP സംസ്ഥാന സെക്രട്ടറി B രാധാമണി, കേരള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം MA വേണു, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം അദബിയ നാസർ, BG ശേഖർ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് കുളത്തൂപ്പുഴയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി പ്രയാണം നടന്നു. 100 കണക്കിന് വിശ്വാസികളാണ് പ്രയാണത്തിൽ പങ്കെടുത്തത്. കുളത്തൂപ്പുഴ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന കുരിശിന്റെ വഴി പ്രയാണത്തിന് ഇടവക വികാരി ഫാദർ സന്തോഷ് എണ്ണവിള നേതൃത്വം നൽകി. മലങ്കര കത്തോലിക്ക പള്ളിയിൽ നിന്നും ആരംഭിച്ച് മറിയവളവ് ESM കോളനി ചുറ്റി തിരികെ പള്ളിയിൽ എത്തിച്ചേർന്നു. 100 കണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴി പ്രയാണത്തിൽ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ് വിശ്വാസികൾ കുരിശിന്റെ വഴി പ്രയാണം സംഘടിപ്പിച്ചത്. കഴിയാതെ യോധനാഥൻ പാദങ്ങൾ
ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. തിരുവിതാംകൂർ കലാ സാംസ്കാരിക വേദിയുടെ നൃത്ത ചൂടാമണി പുരസ്കാരം പ്രശസ്ത നർത്തകി ലക്ഷ്മി ഹരിലാലിന്. ശാസ്ത്രീയ നൃത്തരംഗത്ത് ലക്ഷ്മി നൽകിയ സമഗ്ര സംഭാവനകളാണ് ഇവരെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക പ്രസ്ഥാനമായ തിരുവിതാംകൂർ കലാ സാംസ്കാരിക വേദിയിൽ ഏർപ്പെടുത്തിയ നൃത്ത ചൂടാമണി പുരസ്കാരം പ്രശസ്ത നർത്തകിയും ഭാവകല ഡാൻസ് അക്കാദമി ഡയറക്ടറുമായ ലക്ഷ്മി ഹരിലാലിന് ലഭിച്ചു. വിളക്കുടി ശ്രീകണ്ഠൻ ശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സുലത രാജീവൻ ലക്ഷ്മി ഹരിലാലിന് പുരസ്കാരം നൽകി. ശാസ്ത്രീയ നൃത്തത്തിന്റെ പ്രചരണാർത്ഥം ലക്ഷ്മി ഹരിലാൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഇക്കഴിഞ്ഞ ലോക വനിതാ ദിനത്തിൽ ട്രാവൻകൂർ സാംസ്കാരിക വേദി ലക്ഷ്മി ഹരിലാലിന് നൃത്ത ചൂടാമണി പുരസ്കാരം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസുക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഫാത്തിൻ ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ്, ടി.ബി. ജംഗ്ഷൻ, പുനലൂർ. വെജ് ആൻഡ് നോൺ വെജ് ഫുഡ്സ്, ഔട്ട്ഡോർ ആൻഡ് ഹോം ഡെലിവറി, കർട്ടൻസ്, പന്തൽ വർക്കുകൾ, ഡെക്കറേഷൻ എന്നിവയും. ആഘോഷങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ. ഫാത്തിൻ ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ്, ഐക്കരക്കോണം റോഡ് നിയർ ബഥനി സ്കൂൾ, ടി.ബി. ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 9388076665, 0475320665. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICT അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ME VLSI ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികളും വർക്ക്ഷോപ്പും. കേരള ഫുഡ്. യാത്രാ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടക്കുഴി നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 04651276611. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ. തികഞ്ഞ അച്ചട പരിചയ സമ്പന്നരായ അധ്യാപകർ. 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475227100. ഡവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475226636. പുനലൂർ നഗരസഭയും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി കുട്ടികൾക്ക് ക്രിക്കറ്റ് പരിശീലനം നൽകും. ഏപ്രിൽ 6 മുതൽ 30 വരെയാണ് പരിശീലനം.
കേരളത്തിലെ മുൻ രഞ്ജി ട്രോഫി താരങ്ങൾ, IPL താരങ്ങൾ തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകും. ചെമ്മന്തൂർ സ്റ്റേഡിയത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നഗരസഭാ പ്രദേശത്തുള്ള കുട്ടികൾക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. മികച്ച പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് തുടർ പരിശീലനം നൽകുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് P. അനസ് അറിയിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷനും കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായിട്ട് ചേർന്ന് ക്രിക്കറ്റിന്റെ കോച്ചിംഗ് ക്യാമ്പ് പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് 6-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നടത്തപ്പെടുകയാണ്. ഈ കോച്ചിംഗ് ക്യാമ്പിൽ നമ്മുടെ കേരളത്തിലായ പ്രഗത്ഭരായിട്ടുള്ള ക്രിക്കറ്റ് രഞ്ജി ട്രോഫിയിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ കേരളത്തിലെ ടീമംഗങ്ങൾ ഉൾപ്പെടെ, കൂടാതെ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ മികച്ചതായിട്ടുള്ള കളിക്കാർ ഈ കോച്ചിംഗ് ക്യാമ്പുകളിലെത്തി വിദഗ്ധമായിട്ടുള്ള പരിശീലനം ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം പൂർണ്ണമായിട്ടും പുനലൂരിൽ ഉള്ള കുട്ടികളെ ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന നിലവാരത്തിലും ഉള്ള ക്രിക്കറ്റിന്റെ ടീമുകളിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു പരിശീലന സംവിധാനമാണ് ആലോചിച്ചിട്ടുള്ളത്. പുനലൂർ നഗരസഭാ സ്പോർട്സ് കൌൺസിലും പത്തനാപുരം താലൂക്ക് സമാജം സ്കൂളുകളും സംയുക്തമായി പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക്സിലും പരിശീലനം നൽകും. പുനലൂർ മുനിസിപ്പൽ സ്പോർട്സ് കൌൺസിലും അതുപോലെ തന്നെ പത്തനാപുരം താലൂക്ക് സമാജം സ്കൂൾസും സംയുക്തമായിട്ട് ചേർന്ന് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 6-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നടത്തപ്പെടുകയാണ്. അത് അത്ലറ്റിക് മത്സരത്തിൽ പരിശീലനം നടത്തുന്നത് കേരള സ്പോർട്സ് കൌൺസിൽ നിയോഗിച്ചിട്ടുള്ള സുനിൽ ദത്ത് എന്ന കായിക കോച്ചാണ് ഇവിടെ കോച്ചിങ് ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ അതും 6 മുതൽ 10 വരെയാണ്. കേരള സ്പോർട്സ് കൌൺസിൽ കോച്ച് സുനിൽ ദത്താണ് കായിക താരങ്ങൾക്ക് പരിശീലനം നൽകുന്നത്. വിശദ വിവരങ്ങൾക്ക് 98 47 84 83 47 98 46 40 66 36 എന്നീ മൊബൈൽ നമ്പറുകളുമായി ബന്ധപ്പെടുക. ലൈവ് വാർത്ത പുനലൂർ. ഇനി ഉത്സവ കാഴ്ചകൾ. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപവും അന്നദാനവും നടന്നു. ഭക്തിനിർഭരമായ ചടങ്ങുകളിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അയ്യപ്പന്റെ ജന്മനാളായ പൈങ്കുനി ഉത്രനാളിൽ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപയജ്ഞവും അന്നദാനവും സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ നാദതരംഗിണി ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിലായിരുന്നു അഖണ്ഡ നാമജപം സംഘടിപ്പിച്ചത്. പുലർച്ചെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് അഖണ്ഡ നാമജപ യജ്ഞം നടന്നത്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രമുഖ ചാനലിന്റെ പേരിൽ സ്വകാര്യ വ്യക്തിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ 2-അംഗ സംഘം അറസ്റ്റിലായത് പത്തനാപുരം നടുക്കുന്ന് സ്വദേശി ഹരീഷ്, ചിറയിൻകീഴ് താളിക്കുഴി സ്വദേശി ജയകുമാർ. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ മുക്കടവ് ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥ. മുക്കടവ് തോടിന്റെ കരകൾ ഇടിഞ്ഞു തള്ളുന്നത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം. വർഷങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും പണികൾ പൂർത്തിയാകുന്നില്ല. പുനലൂരിലെ കോടതി സമുച്ചയത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂൾ റാന്നി, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, ഫാത്തിം ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിൽക്കോട് പുനലൂർ.